എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ഇലക്ഷൻ ബാറ്റിലേക്ക് സ്ഥാനാർത്ഥികളുടെ പേരടക്കം വരുന്ന ഒരു വാർത്താ പകലിലാണ് നമ്മൾ കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങളും വിശകലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അടുത്ത അരമണിക്കൂറിൽ നമ്മൾ. സ്വാഗതം. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ബിഗിൻസ് ഹിയർ. സർ, ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അതെ, രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്നു. അതേസമയം തന്നെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നു. അത് ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. അതേക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇക്കുറി മത്സരിക്കാൻ പോകുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് വരുന്നത്. രണ്ടുപേരെയും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഇതിൽ സോണിയാഗാന്ധി ഇപ്പോൾ പോകാൻ പോകുന്നത് രാജ്യസഭയിലേക്കാണ്. രാജസ്ഥാനിൽ നിന്ന് സോണിയ രാജ്യസഭയിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പരിഹസിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് പലരും രാജ്യസഭയിലേക്കാണ് പോകുന്നത് എന്ന്. ഇപ്പോൾ നിർണായകമായ ഒരു യോഗമാണ് മല്ലികാർജുൻ ഖർഗെയുടെ ദില്ലിയിലെ വസതിയിൽ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ, അജയ് മാക്കൻ തുടങ്ങിയവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സോണിയാഗാന്ധി ഇക്കുറി റായ്ബറേലി, കോൺഗ്രസിന്റെ തട്ടകമായ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നില്ല. പകരം പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് ഫീൽഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്ത. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്. എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. രഞ്ജിത്ത്, ഇത് ലഭ്യമായ വിവരങ്ങൾ എത്ര കണ്ട് വസ്തുനിഷ്ഠമാണ്, അല്ലെങ്കിൽ കൃത്യമായത് ഫ്രം ദ ഹോഴ്സ് മൗത്ത് ആണ്? അതായത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സീറ്റ് വിഭജന ചർച്ചകളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സോണിയാഗാന്ധി ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കില്ല എന്നാണ്. അതായത് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ല എന്നൊരു നിലപാട് സോണിയാഗാന്ധി ഈ പാർട്ടി നേതാക്കളെയൊക്കെ ഇത്തരം ചർച്ചകളിലൊക്കെ അറിയിച്ചതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനൊടുവിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്. എന്നാൽ ഇതൊരു അന്തിമ തീരുമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് സോണിയാഗാന്ധിയുടെ ഒരു അന്തിമ തീരുമാനം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. പക്ഷേ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സോണിയാഗാന്ധി രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന കോൺഗ്രസിന് കൃത്യമായി ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം സോണിയാഗാന്ധി കൈവശം വച്ചിരിക്കുന്ന സോണിയാഗാന്ധിയുടെ ഷുവർ സീറ്റ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഷുവർ സീറ്റ് എന്ന് അറിയപ്പെടുന്ന റായ്ബറേലിയിൽ പകരം മകളും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ, അതായത് 2019 തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ മോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവസാന ഘട്ടത്തിൽ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയായിരുന്നു. പകരം UPയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം ഇനി പ്രിയങ്ക ഗാന്ധി ആയിരിക്കും അവിടെ ജനവിധി തേടുക. ഒപ്പം തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടണം എന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഈ അമേഠിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിലൊരു ആവശ്യം പ്രധാനമായും ഹൈക്കമാൻഡിന് മുമ്പിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് മുമ്പിലും വച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമായിരിക്കും അന്തിമമായി വരേണ്ടത്. റൈറ്റ്, എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാവുന്നതുപോലെ സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ധാരണയായി എന്ന് സമാജ്വാദി പാർട്ടി പറയുന്നു, ഇല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നു. 11 സീറ്റുകൾ നൽകാമെന്നാണ് പറയുന്നത്. അതിലെ ഒരു സീറ്റാണ് റായ്ബറേലി, അതിലെ മറ്റൊരു സീറ്റാണ് അമേഠി. 56 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഈ 27-ാം തീയതി, ഈ മാസം 27-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ കോൺഗ്രസ് 9 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യേണ്ടത്. പലരും സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതിലാണ് ഇനിയിപ്പോൾ തീരുമാനം വരുന്ന മണിക്കൂർ ഇപ്പോൾ വരുന്ന പുതിയ തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസ് 15 മുതൽ 16 സീറ്റുകൾ വരെ മത്സരിച്ചേക്കുന്നതാണ്. അതായത് കൂടുതൽ സീറ്റുകൾ നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറാകുന്നു എന്ന് വേണം കരുതാൻ. അതിനകത്ത് കാണേണ്ട ഒരു കാര്യം സുജിയ, കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ് എങ്കിൽ കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് സമാജ്വാദി പാർട്ടി പറയുന്നുണ്ടായിരുന്നു.
അവിടെയുള്ള ലോക്കൽ ലീഡേഴ്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തോൽക്കുമെന്നുള്ള ധാരണയിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ ഇടയില്ല എന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ലോക്കൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്കായിരിക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാവുക, പ്രാദേശികമായി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി പറഞ്ഞത്, മത്സരിക്കുന്നുണ്ട് എങ്കിൽ, മുതിർന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സീറ്റ് നൽകാൻ തയ്യാറാണ്. ഏതായാലും റായ്ബറേലിയുടെ കാര്യത്തിനകത്ത് നമുക്ക് സ്വാഭാവികമായും അതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സോണിയാഗാന്ധിക്ക് ഇനി ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആരോഗ്യമില്ല. 77 വയസ്സായത് മാത്രമല്ല അവർക്ക് അനാരോഗ്യമുണ്ട്. അവർ അമേരിക്കയിലൊക്കെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അവർക്ക് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതേസമയം തന്നെ ജൻപത് 10 അവർക്ക് വളരെ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളാണ്. ജൻപത് 10 നിലനിർത്താൻ അവർക്ക് രാജ്യസഭ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ MP അല്ലെങ്കിൽ ജൻപത് 10 നിന്ന് ഇറങ്ങേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യസഭ. അതെ. മറ്റു വാർത്തയിലേക്ക്. ഇന്നത്തെ കേരളത്തിൽ ആദ്യമായി, അതായത് സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി ആരാണ് എന്നൊക്കെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി, TN പ്രതാപൻ, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്ത് ഇന്ന് ഒരു പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്ന്, അല്ലെ, ഒരു മുന്നണിയിലെ ഒരു പാർട്ടി ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അതെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയായി വരുന്നു. തോമസ് ചാഴിക്കാടൻ ഇതാ നമ്മുടെ ഫ്ലോറിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ സ്ഥാനാർത്ഥിയെ നമ്മൾ നമ്മുടെ ഫ്ലോറിലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയായി വരുന്നു തോമസ് ചാഴിക്കാടൻ. കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ചാഴിക്കാടനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരേ ഒരു പേര് മാത്രമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞത്. അങ്ങനെ തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. ഒരേ ഒരു പേര് മാത്രം, ഒരേ ഒരു സ്ഥാനാർത്ഥി, അതിന്റെ പ്രഖ്യാപനവും വരുന്നു. ജോസ് കെ മാണിയുടെ വാക്കുകളിലേക്ക്. ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് സിറ്റിംഗ് MPയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആരാണ് തോമസ് ചാഴിക്കാടൻ എന്ന് നോക്കിയാൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 8ാം തവണയാണ് തോമസ് ചാഴിക്കാടൻ. രാഷ്ട്രീയ പ്രവേശം ബാബു ചാഴിക്കാടന്റെ മരണത്തെ തുടർന്നാണ്. 1991, 96, 2001, 2006 എന്നീ വർഷങ്ങളിൽ ഏറ്റുമാനൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നു. 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി. അതെ, വളരെ പരിചിത മുഖമാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം തോമസ് ചാഴിക്കാടന്റേത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം തേടിയെത്തുന്നു തോമസ് ചാഴിക്കാടനെ. അത് ആ ഒരു തരംഗത്തിൽ ജയത്തിലേക്ക് എത്തുകയാണ് തോമസ് ചാഴിക്കാടൻ. അങ്ങനെ ലോക്സഭയിലേക്ക് എത്തുന്നു. 2019 VN വാസവനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. തോമസ് ചാഴിക്കാടൻ ജയിക്കുമോ അതോ VN വാസവനോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് 1,06,259 വോട്ടുകളുടെ ഒരു വലിയ മാർജിനിൽ VN വാസവനെ തോൽപ്പിച്ചുകൊണ്ടാണ്. തോമസ് ചാഴിക്കാടന് ഇക്കുറി ഇടതുപാളയത്തിലേക്ക് എത്തി ഇതേ മാർജിനിൽ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് കോട്ടയം ഉയർത്തുന്ന ചോദ്യം. കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി അംഗമാണ് തോമസ് ചാഴിക്കാടൻ. വളരെ പരിചയമുള്ള, മണ്ഡലത്തിൽ പരിചിതനായ ഒരു വ്യക്തി തന്നെ വീണ്ടും എത്തുന്നു. സിറ്റിംഗ് MP മത്സരിക്കാൻ വരുന്നു. കേരള കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ തുടങ്ങിയ പദവികളിലൊക്കെ വഹിച്ചിട്ടുണ്ട്. സംഘടനാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിലും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ച തോമസ് ചാഴിക്കാടന് സംഘടനയ്ക്കുള്ളിലും വലിയ രീതിയിൽ മുറുമുറുപ്പ് നേരിടേണ്ടി വരില്ല. LDFന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ ആദ്യമായി മത്സരിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ UDF പാളയത്തിൽ നിന്നുകൊണ്ട് 2019 ആ ഒരു തരംഗത്തിൽ MP ആയ തോമസ് ചാഴിക്കാടന് ഇത്തവണ ഇടതുപാളയത്തിലെത്തി വിജയം ആവർത്തിക്കാൻ കഴിയും. പ്രശാന്ത് തോട്ടുങ്കൽ വിശദാംശങ്ങളുമായി. എങ്ങനെയാണ് പ്രശാന്ത് തോമസ് ചാഴിക്കാടനിലേക്ക് കാര്യങ്ങൾ എത്തിയത്? കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും പാർട്ടി സെക്രട്ടേറിയറ്റും ഇന്ന് കോട്ടയത്ത് ചേർന്നു. ഇതിൽ ഒരേ ഒരു പേര് മാത്രമാണ്, ജോസ് കെ മാണി സൂചിപ്പിച്ച ഒരേ ഒരു പേര് മാത്രമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നേരത്തെ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ ചില വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അത് തുടക്കത്തിൽ തന്നെ ജോസ് കെ മാണി അത് നിഷേധിക്കുകയുണ്ടായി. അതിനുശേഷം നിലവിലെ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും അതേ പേര് തന്നെയാണ് ഉയർന്നു വന്നത്. എന്തായാലും വളരെ മുമ്പ് തന്നെ 2020
2024 ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ LDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് ആയിരിക്കുന്നു. മാത്രമല്ല 2019 തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നത് KM മാണിയാണ്. KM മാണി നിർദ്ദേശിച്ച ആ വഴിയിലൂടെ ചാഴിക്കാടൻ സഞ്ചരിച്ചു. അങ്ങനെ മണ്ഡലത്തിലുടനീളം മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായി. അത് തന്നെയാണ് തങ്ങളുടെ വിജയപ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് തോമസ് ചാഴിക്കാടൻ എന്ന ഒരേ ഒരു പേര് ഏകകണ്ഠമായി തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ചത്. അത് പാർട്ടി സെക്രട്ടേറിയറ്റും അംഗീകരിച്ചതെന്നാണ് ജോസ് കെ മാണി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. രാജ്യത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ തർക്കങ്ങൾക്കിടയില്ലാത്ത വിധം ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിട്ടയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 20 മണ്ഡലങ്ങളിലും ഇതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിനെല്ലാമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും തോമസ് ചാഴിക്കാടൻ എന്ന പേര് മാത്രമാണ് ആ പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്നതാണ് വിശദാംശങ്ങൾ നൽകിയത്. ആദ്യത്തെ സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ 2 ചിഹ്നത്തിൽ കോട്ടയത്ത് മത്സരിക്കും. അതെ, നമുക്ക് ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം ബീഹാറിൽ കരുത്ത് തെളിയിക്കാനുള്ള പോരാട്ടം കണ്ട ദിവസമാണ്. തീർച്ചയായും ബീഹാർ നിയമസഭയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബീഹാറിൽ കണക്കിന്റെ കളി നടന്ന ദിവസമാണ്. ബീഹാറിലെ വിശ്വാസ വോട്ടെടുപ്പിൽ നിതീഷ് കുമാർ ജയം സ്വന്തമാക്കി കഴിഞ്ഞു. NDA സർക്കാരിന് 129 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് നിതീഷ് കുമാർ ഇന്ന് തെളിയിച്ചു. RJD MLA-മാർ നിതീഷ് കുമാറിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന ട്വിസ്റ്റും നമ്മൾ ഇന്ന് ബീഹാർ നിയമസഭയിൽ കണ്ടു. അവിശ്വാസ പ്രമേയത്തിലെ വോട്ട് നില നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ബീഹാറിൽ അവിശ്വാസ പ്രമേയത്തിലേക്ക്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ആ ഫിഗർ നിന്നത് എന്ന് നോക്കാം. ബീഹാറിൽ 2024 NDA 128 വോട്ടുകളാണ് നേടിയത്. BJP 78, JDU 45, HAMS 4, സ്വതന്ത്രർ 1. അങ്ങനെയായിരുന്നു അവരുടെ കക്ഷിനില. ഇതിലേക്ക് കൂടുതലായി എത്തിയ സീറ്റുകൾ, അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ച നീക്കങ്ങൾ, അതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായി ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നത്. മഹാഗഡ്ബന്ധന് ഇതിനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വോക്കൌട്ട് നടത്തുകയായിരുന്നു. തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വോക്കൌട്ട് നടത്തുന്നതാണ് നമ്മൾ സഭയിൽ കണ്ടത്. RJDയുടെ നമ്പർ ഇങ്ങനെയാണ്. RJDക്ക് 79, കോൺഗ്രസ് 19, CPIML 12, CPI 2, CPIM 2. എങ്ങനെ പോയാലും ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ എതിരിടാൻ കഴിയാത്ത നിലയിലാണ് എന്ന് മനസ്സിലാക്കിയാണ് അവർ സഭ വിട്ടിറങ്ങിപ്പോകുന്നത്. മഹാഗഡ്ബന്ധന്റെ പക്കലുള്ളത് 114 ആളുകൾ മാത്രം. അങ്ങനെ വളരെ വേഗം തന്നെ നില കൃത്യമായി ഉറപ്പാക്കാൻ കഴിയുന്നു നിതീഷ് കുമാറിന്. 2022 എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പോൾ പൊസിഷൻ എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. 2024 ഇപ്പോൾ അവിശ്വാസ പ്രമേയം ജയിച്ച് നിതീഷ് കുമാർ സഭയിൽ തന്നെ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുകയാണ്. 2022 കക്ഷിനില ഇങ്ങനെയായിരുന്നു. BJPക്കൊപ്പം 78, HAMS 4, മറ്റുള്ളവർ അതായത് അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM 1. അങ്ങനെയായിരുന്നു. 82 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ BJP നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ച് നില മെച്ചപ്പെടുത്തി മഹാഗഡ്ബന്ധനെ തകർത്തിരിക്കുകയാണ്. 160 നിന്നാണ് 113 മഹാഗഡ്ബന്ധന് തകരേണ്ടി വന്നത് നിതീഷ് കുമാറിന്റെ കൂറുമാറ്റം അല്ലെങ്കിൽ കൂടുമാറ്റം കാരണം. RJD 79, JDU 45, കോൺഗ്രസ് 19, CPIML 12, CPI 2, CPIM 2, സ്വതന്ത്രൻ 1. അങ്ങനെ 160. വളരെ ശക്തമായ ഒരു നിലയിലായിരുന്നു മഹാഗഡ്ബന്ധൻ 2022, അതായത് കഴിഞ്ഞ 2 വർഷം മുൻപ് സർക്കാർ രൂപീകരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ നിതീഷിന്റെ കൂടുമാറ്റത്തിലൂടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. BJPക്കൊപ്പം ചേർന്നുകൊണ്ട് പഴയ നിലയിലേക്ക് 2020 ജയിച്ചു കയറിയപ്പോൾ എങ്ങനെയായിരുന്നോ ആ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്. അതായത് ഒരു മുന്നണി സംവിധാനത്തെ തകർത്തുകൊണ്ട് മറ്റൊരു മുന്നണിയിലേക്ക്, അല്ലെങ്കിൽ മുൻപ് ജയിച്ചത് എങ്ങനെയാണോ ആർക്കൊപ്പമായിരുന്നോ അവർക്കൊപ്പം തിരിച്ചെത്താൻ നിതീഷ് കുമാറിന് കഴിയുന്നു. അതോടൊപ്പം തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും കഴിഞ്ഞിരിക്കുകയാണ്. 2020 കണക്ക് നോക്കൂ. 125 ആയിരുന്നു അന്ന് അധികാരത്തിലേക്ക് എത്തുമ്പോൾ. NDA BJPയും JDUവും സഖ്യമായാണ് മത്സരിച്ചത്. 125 സീറ്റുകളുമായാണ് അവർ ഭരണം പിടിച്ചത്. ഇപ്പോൾ 129 എത്തിക്കാൻ കഴിഞ്ഞത് 4 RJD MLA-മാരെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടാണ്. അതായത് ഒപ്പമുണ്ടായിരുന്നവരെ അടർത്തിയെടുക്കാൻ, RJD പാളയത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിരിക്കുന്നു. നിതീഷിനൊപ്പം ഉണ്ടായിരുന്നവരെ അടർത്തിയെടുക്കാൻ മറുഭാഗത്ത് RJD ശ്രമിച്ചെങ്കിലും അവരെ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തി. ഗെയിം അവസാനിച്ചിട്ടില്ല എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞതെങ്കിലും മാത്രമല്ല മാഞ്ജുവായൊക്കെ നിരന്തര ചർച്ച നടത്തുന്നു. JDUവിന്റെ 6 അംഗങ്ങളെ കാണാതാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതിനപ്പുറത്തേക്ക് നിതീഷ് കുമാറും BJPയും ചേർന്നുള്ള ഗെയിം തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, ആകാംക്ഷയോടുകൂടി രാജ്യം ഉറ്റുനോക്കിയ ദിവസം തന്നെയാണ്, പക്ഷേ ഒന്നും സംഭവിച്ചില്ല.
നികേഷ്, വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ BJP-യിൽ നിന്നും അതോടൊപ്പം തന്നെ JDU-യിൽ നിന്നും 6 MLA-മാർ RJD ഭാഗത്തേക്ക് പോയി, അല്ലെങ്കിൽ മഹാസഖ്യത്തിനൊപ്പം പോയി എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സഭാ സമ്മേളനം ഇന്നിപ്പോൾ ആരംഭിച്ചപ്പോൾ ആദ്യഘട്ടം പ്രധാനമായും ആദ്യം വന്നത് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയമാണ്. ആ അവിശ്വാസ പ്രമേയത്തിൽ 125 വോട്ടുകളോടെ നിതീഷ് കുമാർ അവിശ്വാസ പ്രമേയം വിജയിക്കുന്നു, സർക്കാർ വിജയിക്കുന്നു. അപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പിച്ചതാണ് ഏത് തരത്തിലായിരിക്കും പോവുക എന്നുള്ളത്. പക്ഷേ അവിടെ നിന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയിലേക്കും അതിനുശേഷം വോട്ടെടുപ്പിലേക്കും പോയപ്പോൾ NDA സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 125-ൽ നിന്ന് വിശ്വാസ വോട്ടെടുപ്പിലേക്ക് എത്തിയപ്പോൾ 129 എന്ന സംഖ്യയിലേക്ക് മാറുന്നൊരു കാഴ്ച. നേരത്തെ സർക്കാർ നൽകിയ കത്ത് പ്രകാരമാണെങ്കിൽ 128 MLA-മാരുടെ പിന്തുണ മാത്രമായിരുന്നു സർക്കാരിന് ഉണ്ടായത്. പക്ഷേ 129 എന്ന നമ്പറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, സർക്കാരിനെ പൊളിക്കാൻ നിരന്തരം ചർച്ചകൾ നടത്തിയ RJD പൊളിച്ചുകൊണ്ട് RJD-യിൽ നിന്നുള്ള 5 MLA-മാർ കൂടി നിതീഷ് കുമാറിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതിൽ 3 MLA-മാർ നിതീഷ് കുമാറിനൊപ്പം ഭരണപക്ഷത്തേക്ക് മാറി ഇരിക്കുകയും ചെയ്തു. ആ ഇരുന്നവരുടെ പേര് ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായിരിക്കുന്നു. ഏതായാലും വ്യക്തമാണ് കാര്യങ്ങൾ. ബീഹാറിൽ നിതീഷ് തന്നെ ഭരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴും ചരട് നിതീഷിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. എത്രയോ മലക്കം മറിച്ചിലുകൾ നടത്തിയിട്ടും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിട്ടും നിതീഷിനെ മറികടക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിതീഷ് ചെറിയ പാർട്ടിയുടെ നേതാവാണിപ്പോൾ. 45 പേരെ വെച്ചുകൊണ്ട് RJD-യെക്കാളും BJP-യെക്കാളും മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് നിതീഷിന്റെ JDU. എന്നിട്ടും നിതീഷ് തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർ നിതീഷിനെ കണ്ട് പഠിക്കണം. മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ പാർട്ടി വിട്ടു. BJP-യിൽ ചേരുമെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ചവാൻ ഒറ്റവരി രാജിക്കത്ത് കൈമാറി. ചവാൻ MLA സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അശോക് ചവാൻ വ്യക്തമാക്കി. മിലിന്ദ് ദിയോറ, ബാബ സിദ്ദിഖി, ഇപ്പോൾ അശോക് ചവാൻ. മഹാരാഷ്ട്രയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസ് വിടുന്ന മുതിർന്ന മൂന്നാമത്തെ നേതാവാണ് അശോക് ചവാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ട് BJP-യിലേക്ക് ചൂടുമാറുന്നതിൽ ഭൂരിഭാഗവും. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണ് അശോക് ചവാൻ രാജിയിൽ കലാശിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ചവാൻ ഒറ്റവരി രാജിക്കത്ത് കൈമാറി. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അശോക് ചവാൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദത്തിന് പുറമെ മഹാരാഷ്ട്ര മുൻ PCC അധ്യക്ഷൻ, പാർലമെന്റ് അംഗം തുടങ്ങിയ നിലകളിലും അശോക് ചവാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി അർഹിക്കുന്നതിൽ കൂടുതൽ നൽകിയിട്ടുള്ളവർ വിട്ടുപോകുന്നത് വേദനാജനകം എന്ന് ജയറാം രമേശ് പ്രതികരിച്ചു. കോൺഗ്രസ് അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP-യുമായി ചർച്ചയിലാണ് എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. അശോക് ചവാൻ BJP-യിലേക്ക് മാറുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യസഭാ സീറ്റ് ചവാന് നൽകും എന്നാണ് വിവരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മാർച്ച് അവസാനം മുംബൈയിൽ സമാപിക്കാൻ ഇരിക്കെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി തന്നെ BJP അടർത്തിയെടുത്തത്. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത് സർ? മഹാരാഷ്ട്രയിൽ തുടർച്ചയായിട്ടുള്ള രാജിയുണ്ട്. നോക്കൂ, മഹാരാഷ്ട്രയാണ് പുതിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇനി അഥവാ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ ഇപ്പോഴും മത്സരമില്ലാതായ സ്ഥിതി ഇന്ന് രാജ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശക്തമായ പോരാട്ടം ഉണ്ടാവും. അവിടെ മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ മഹാഗഡ്ബന്ധൻ, ഇപ്പോൾ ഉദ്ധവ് ഠാക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, കോൺഗ്രസ്, NCP ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള അവർക്ക് ഇപ്പോഴും ഒരു മത്സരം നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സി വോട്ടറൊക്കെ നൽകുന്നത്. അപ്പോൾ ആ നിലയിൽ മഹാരാഷ്ട്ര ഒരു വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് BJP കൂടുതൽ മഹാരാഷ്ട്രയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അശോക് ചവാൻ അടക്കം 3 പ്രധാന നേതാക്കളെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ ഭാരത് ജോഡോ ന്യായയാത്ര, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര സമാപിക്കുമ്പോഴേക്കും അശോക് ചവാൻ മുൻ മുഖ്യമന്ത്രി പാർട്ടി വിടുകയാണ്. പാർട്ടി വിട്ടുകൊണ്ട് കോൺഗ്രസിനൊപ്പം ഞാൻ നന്നായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് BJP പാളയത്തിലേക്കാണ്. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റായിരിക്കും ലക്ഷ്യം. മറാഠവാഡ മേഖലയിലെ പ്രബലനായ വ്യക്തിയെയാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നത്. നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു അശോക് ചവാൻ. ആ MLA സ്ഥാനവും ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റാണ് അടുത്ത ലക്ഷ്യമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. 2008 ഡിസംബർ 8 മുതൽ 2010 നവംബർ 9 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പാണെന്ന് കൈകാര്യം ചെയ്തിരുന്നത്. ഒപ്പം വ്യവസായം, ഖനി, സാംസ്കാരികം, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അതിന് തൊട്ടു മുൻപുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1995 മുതൽ
1999 വരെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അശോക് ചവാൻ. 2014 അതിനുശേഷം ഈ അടുത്ത കാലഘട്ടം നോക്കുകയാണെങ്കിൽ 2014 മുതൽ 19 വരെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു അശോക് ചവാൻ. അതായത് സംഘടനാ തലത്തിലും അതുപോലെ തന്നെ സർക്കാർ രൂപീകരണ വേളയിലുമൊക്കെ കൃത്യമായി പദവികൾ കോൺഗ്രസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പാർട്ടി വിടുന്നത്. 2023 ഓഗസ്റ്റിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാണ്. അദ്ദേഹം ലോക്സഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കന്നി അംഗം അതെന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1987 നാന്ദഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവ് ശങ്കർ റാവുവിന്റെ മകനാണ്, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശങ്കർ റാവു ചവാന്റെ മകനാണ് അശോക് ചവാൻ. രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2010 അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വരുന്നത്. അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിയുമായി ഇടയുന്ന അശോക് ചവാനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും പാർട്ടിക്കൊപ്പം നിന്ന് അശോക് ചവാൻ ഇപ്പോൾ കൃത്യമായി രാഷ്ട്രീയമായി അനിവാര്യമായ ഒരു കൂടുമാറ്റം എന്ന തരത്തിലാണ് അശോക് ചവാന്റെ കൂടുമാറ്റത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം അടുത്ത പദവി തേടിയുള്ള ഒരു കൂടുമാറ്റം നടത്തിയിരിക്കുകയാണ്. സർ, അശോക് ചവാനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ പാർട്ടി വലിയ രീതിയിലൊന്നും തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് തന്നെ അവസാന ഘട്ടത്തിലാണ്. 2010 രാജി ആവശ്യം വരുന്നത് തന്നെ വളരെ അവസാന ഘട്ടത്തിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് സംസ്ഥാന ഘടകത്തിൽ നിന്നൊക്കെ അത്രയേറെ സമ്മർദ്ദം വന്നപ്പോൾ മാത്രമാണ്. ഹൈക്കമാൻഡ് വേണ്ട രീതിയിൽ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാതിരുന്നതാണോ? വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. എന്താണ് അദ്ദേഹത്തെ ഈ രാജിയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം? തീർച്ചയായും നോക്കൂ, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യത്യസ്തമായ ഇപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ കമൽനാഥിനെ കാണുകയാണ് അല്ലേ. കമൽനാഥിനെ കുറിച്ച് എന്താ നമ്മളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകനെന്നാണ്. അപ്പോൾ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധിക്കും ശേഷം കമൽനാഥിനെയായിരുന്നു ഇന്ദിരാഗാന്ധി പരിഗണിച്ചു പോന്നിരുന്നത്. രാഷ്ട്രീയത്തിൽ അത്രയധികം നോക്കൂ, എനിക്ക് തോന്നുന്നു 9 or 10 തവണ ലോക്സഭയിൽ എത്തിയ ആളാണ് കമൽനാഥ്. കമൽനാഥിനെ കഴിഞ്ഞ് 2 തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതാണ്. PCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അശോക് ചവാന്റെ കാര്യത്തിനകത്തും അദ്ദേഹം PCC പ്രസിഡന്റ് ആയിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല എല്ലാ പദവികളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലനിൽക്കാൻ എന്തെങ്കിലും ഇതല്ല മാർഗം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ നേതാക്കളിൽ നിന്നും പഠിക്കേണ്ടത്. ഇതിന് തൊട്ടു മുൻപ് അശോക് ചവാന് തൊട്ടു മുൻപ് നമ്മൾ കണ്ടത് മിലിന്ദ് ദിയോറയുടെ കാര്യത്തിലാണ്. മിലിന്ദ് ദിയോറ ദക്ഷിണ മേഖലയിൽ, അതായത് മഹാരാഷ്ട്രയുടെ ഓരോ മേഖലയാണ്, നാന്ദഡ് അടക്കമുള്ള മേഖലയ്ക്ക് വേണ്ടി അശോക് ചവാനെ ഒപ്പം നിർത്തുന്നു. മിലിന്ദ് ദിയോറ നോക്കൂ, ദക്ഷിണ മേഖലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് മിലിന്ദ് ദേവ്ര. മുൻ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് IT വകുപ്പ് മന്ത്രിയായി അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായിരുന്നു, UPA സർക്കാരിന്റെ ഭാഗമായിരുന്നു, കേന്ദ്ര ഷിപ്പിംഗ് സഹമന്ത്രിയായിരുന്നു, മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ പദവിയും വഹിച്ചിരുന്നു മിലിന്ദ് ദിയോറ. 15ാം ലോക്സഭയിലെ പ്രായം കുറഞ്ഞ MP എന്ന രീതിയിലാണ് മിലിന്ദ് ദിയോറയെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ മുൻ MP മുരളി ദേവ്ര, ഒരു പതിറ്റാണ്ടുകളായുള്ള ബന്ധം കോൺഗ്രസുമായുള്ള, മുരളി ദേവ്ര മുതലുള്ള പതിറ്റാണ്ടുകളായുള്ള ബന്ധം മുറിച്ചാണ് അദ്ദേഹം പാർട്ടി വിട്ടിറങ്ങുന്നത്. പദവികൾ കിട്ടാത്തതോ പരിഗണിക്കപ്പെടാത്തതോ അല്ല. മിലിന്ദ് ദിയോറയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അശോക് ചവാന് ഇനിയൊരു അവസരമില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ബസ് എന്ന രീതിയിൽ ഓടിക്കയറിയതാണെങ്കിൽ മിലിന്ദ് ദിയോറ അദ്ദേഹത്തിന് പിതാവിന് ഒക്കെ പാർട്ടി കൊടുത്തിട്ടുള്ള ആ ഒരു പ്രാതിനിധ്യം അതെല്ലാം പൊടുന്നനെ മറക്കുകയാണ്. അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല, ഐഡിയോളജി പോലും വിഷയമല്ല എന്ന് വരുമ്പോൾ പാർട്ടി നൽകിയ പദവികളും സ്വാഭാവികമായും വിഷയമാകില്ല. അടുത്ത ആൾ ബാബ സിദ്ദിഖിയാണ്. മിലിന്ദിന് മുമ്പ് പോകുന്നത് ബാന്ദ്ര മേഖലയിൽ നിന്നുള്ള ബാബ സിദ്ദിഖിയാണ്. മൂന്നാമത്തെ മേഖല ബാന്ദ്ര മേഖലയിൽ ശക്തമായി സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള വോട്ടർമാരെ, നേതാക്കളെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന ബാബ സിദ്ദിഖിയും പാർട്ടി വിടുകയായിരുന്നു അന്ന്. മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ എന്ന പദവിയിലായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്ര മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു ബാബ സിദ്ദിഖി. 1999 മുതൽ 2014 വരെ അദ്ദേഹം ബാന്ദ്ര വെസ്റ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. അവിടെ നിന്നുള്ള MLA ആയിരുന്നു ബാബ സിദ്ദിഖി. 92 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേറ്റർ ആയിരുന്നു. അങ്ങനെ പല ഇടങ്ങളിൽ അദ്ദേഹത്തിന് പദവികൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ബാന്ദ്ര ഈസ്റ്റ് MLA ആയിട്ടുള്ള സീഷൻ സിദ്ദിഖിയാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ 2 പേർക്ക് കൃത്യമായി പ്രാതിനിധ്യം പാർട്ടി നൽകിയിട്ടുണ്ട്, പദവികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാബ സിദ്ദിഖിയും പാർട്ടി വിടുന്നു. ബാബ സിദ്ദിഖി തുടങ്ങി വെച്ചത് ദേവ്രയിലേക്ക് പോകുന്നു. ദേവ്രയിൽ നിന്ന് ഇപ്പോൾ അശോക് ചവാനിൽ എത്തി നിൽക്കുന്നു. സർ നോക്കൂ, BJP അവകാശപ്പെടുന്നത് ഇന്ന് BJP അദ്ദേഹത്തിന്റെ വരവിന് ശേഷം നടത്തുന്ന പ്രധാനപ്പെട്ട പ്രതികരണം, ഇനിയും നേതാക്കൾ വരാൻ പോവുകയാണ്, മഹാരാഷ്ട്രയിൽ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അയാറാം ഗയാറാം ഉണ്ടാവും. ഈ അയാറാം ഗയാറാം എപ്പോഴും ഭരണത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് ഗയാറാം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രതീതിയാണ്, ഒരു കാറ്റാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സർവേകളിൽ ആ നിലയിലാണുള്ളത്.
ഒരുപക്ഷെ ഏതൊരു സർവേയേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ ആറാം കയറാം രാഷ്ട്രീയക്കാർക്കാണ് ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരിക എന്നറിയാൻ കഴിയുക. നമ്മളെപ്പോഴും രാംവിലാസ് പാസ്വാനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്. രാംവിലാസ് പാസ്വാൻ കൃത്യമായി ഏത് പാർട്ടിക്കാണ് അധികാരം കിട്ടുക എന്ന് സെൻസ് ചെയ്യുകയും ആ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ആ മുന്നണിയിലേക്കോ കൂറുമാറുകയും ചെയ്യും. ആ നിലയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കാണ് മുൻതൂക്കം. എല്ലാവരും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറെ നാളായി കാര്യങ്ങൾ പദ്ധതി ഇട്ട് വരുന്നവരായിരിക്കാം ഇവർ. അവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ സമയമാണ്. അപ്പോൾ ഈ ചാട്ടം തീരുന്നില്ല എന്നാണ് ഫട്നാവിസ് പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ അങ്ങനെയാണോ കാര്യങ്ങൾ? നോക്കാം. നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരണം. വെൽക്കം ബാക്ക് ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. മഹാഭാരത യുദ്ധം നമ്മൾ കേരളത്തിലേക്ക് അതിന്റെ വേദി ഒന്ന് മാറ്റുമ്പോൾ തിരുവനന്തപുരത്ത് ആരാകും? പന്ന്യൻ രവീന്ദ്രൻ തന്നെ തിരുവനന്തപുരത്തെ CPI സ്ഥാനാർത്ഥിയായി വരുമോ? 75 വയസ്സ് പ്രായപരിധി മാനദണ്ഡ പ്രകാരം നേരത്തെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവാക്കിയ പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയത് കാണുമ്പോഴാണ് സ്ഥാനാർത്ഥി സാധ്യത തെളിയുന്നത്. മുതിർന്ന നേതാക്കളായ K. ഇസ്മയിലിനെയും C. ദിവാകരനെയും ഒന്നും പരിഗണിക്കാതെ പന്ന്യനെ മാത്രം തിരികെ വിളിച്ചപ്പോൾ പ്രത്യേക താല്പര്യം വ്യക്തമാണ്. CPIയെ പ്രതികരിച്ച് MN ഗോവിന്ദൻ നായരും PK വാസുദേവൻ നായരും KV സുരേന്ദ്രനാഥും പോലുള്ള ഉന്നതരായ നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂരിന്റെ കടന്നുവരവും BJP-യുടെ ശക്തിപ്പെടലും കൊണ്ട് തുടർച്ചയായി 3-ാം സ്ഥാനത്തായി പോകുന്ന തലസ്ഥാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയില്ല എന്നതാണ് CPI നേരിടുന്ന പ്രശ്നം. വിശ്വപൗരനായ ശശി തരൂരിന് വെല്ലുവിളി ഉയർത്താൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പോരാ, മികച്ചത് തന്നെ വേണം. പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ എന്നിങ്ങനെ പല പേരുകളുണ്ടെങ്കിലും അവരാരും സന്നദ്ധരല്ല. മത്സരിക്കുമെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: ഇതൊക്കെ വരും യഥാസമയത്ത്. ഞാൻ പറഞ്ഞു യഥാസമയത്ത് ഉചിതമായ സ്ഥാനാർത്ഥി വരും. മണ്ഡലം പിടിക്കാൻ പ്രാപ്തിയുള്ള നേതാവിനെ തേടിയുള്ള അന്വേഷണമാണ് തലസ്ഥാന മണ്ഡലത്തിലെ മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രനിൽ എത്തി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞ് പന്ന്യൻ ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ടാണ് പ്രോത്സാഹന സമ്മാനം എന്ന പോലെ സംസ്ഥാന കൗൺസിലിൽ വീണ്ടും ഉൾപ്പെടുത്തിയത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടെ പ്രായപരിധി മാനദണ്ഡത്തിൽ ജില്ലാ കൗൺസിലിലെ ക്ഷണിതാവായി മാറിയ പന്ന്യൻ രവീന്ദ്രനെയും K. ഇസ്മയിലിനെയും C. ദിവാകരനെയുമെല്ലാം സീനിയോറിറ്റി കണക്കിലെടുത്ത് സംസ്ഥാന കൗൺസിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് മുറവിളിയുണ്ടായിരുന്നു. അതെല്ലാം നിർദ്ദയം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് കാനം രാജേന്ദ്രൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പൊടുന്നനെ പന്ന്യനെ മാത്രം സംസ്ഥാന കൗൺസിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ നേതൃത്വത്തിന്റെ സവിശേഷ താല്പര്യം വ്യക്തമാണ്. ആ താല്പര്യത്തിന് പിന്നിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വമാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ് താനും. ശരിക്കുമെന്ന് നിർബന്ധിച്ചാൽ പന്ന്യൻ മത്സരിക്കാൻ തയ്യാറാവാനാണ് സാധ്യത. കാരണം നിർബന്ധിച്ച് കളത്തിലിറക്കാൻ CPI-ക്കാർ കഴിഞ്ഞേ ആരുമുള്ളൂ. 2004-ൽ VS ശിവകുമാറിനെ തോൽപ്പിക്കാൻ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരുന്ന PKB-യെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയവരാണ് CPI-ക്കാർ. മത്സരിക്കാൻ മടിച്ചു നിന്ന KV സുരേന്ദ്രനാഥിനെയും സമ്മർദ്ദത്തിലെത്തി മത്സരരംഗത്തെത്തിച്ചിട്ടുണ്ട്. എന്തിന് മത്സരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് മാറി നിന്ന പന്ന്യൻ രവീന്ദ്രനെ തന്നെ 2011-ൽ വടക്കൻ പരവൂരിൽ മത്സരിപ്പിച്ച ചരിത്രവും CPI-ക്കാർക്കുണ്ട്. അതുകൊണ്ട് ഒന്നും കാണാതെ പന്ന്യൻ രവീന്ദ്രനെ സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നവരല്ല വലത് കമ്മ്യൂണിസ്റ്റുകൾ. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് BJP സർക്കാർ വിതരണം ചെയ്യുന്നത് ഭാരത് റൈസ് അല്ല, തൃശൂർ റൈസ് എന്ന് CPI നേതാവ് VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും സുനിൽകുമാർ. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമിടയിലും ഭാരത് റൈസ് വിതരണം തൃശൂരിൽ മുന്നോട്ട് തന്നെ. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങൾ തിരിച്ച് ദിവസവും അരിയും പലവ്യഞ്ജന സാധനങ്ങളും വിതരണം നടക്കുന്നു. ഇതിനെതിരെ കോൺഗ്രസിന് പിന്നാലെ CPI-യും രംഗത്തെത്തി. ഭാരത് അരി വിതരണം ചെയ്യുന്നതിന് BJP വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു ദുരുപയോഗം ചെയ്യുന്നതാണ്. വിലക്കയറ്റം സൃഷ്ടിച്ചിട്ടുള്ള BJP തന്നെ 29 രൂപയുടെ ഭാരത് അരി എന്ന് പറഞ്ഞൊരു ഗിമ്മിക്ക് കാണിച്ചാൽ ഇത് ജനങ്ങൾ അത്രമാത്രം ചിന്താശേഷി ഇല്ലാത്തവരാണെന്ന് ധരിച്ചുകൊണ്ടാണ്. നേരത്തെ തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വാദപ്രതിവാദങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിട്ടുണ്ട്. അതിനു പിന്നാലെയായിരുന്നു ഭാരത് റൈസിന്റെ വരവ്. ഇപ്പോൾ തൃശൂരിൽ ചർച്ച പൊന്നിയരിയാണ്. പൊന്നിയരിയിലൂടെ നേട്ടമുണ്ടാക്കാൻ BJP ശ്രമിക്കുമ്പോൾ എന്ത് വില കൊടുത്തും തടയിടാനാണ് ഇരു മുന്നണികളുടെയും ശ്രമം. എന്നാൽ അരി വിതരണം തടഞ്ഞാൽ അത് തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവും ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അരിയുടെ രാഷ്ട്രീയം തുറന്നു കാട്ടാനാണ് മുന്നണികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശൂർ. സിറ്റിംഗ് MP-മാർ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വനിതകളെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യം. സ്ഥാനാർത്ഥിത്വം ആരുടെയും ഔദാര്യമല്ലെന്ന്
വനിതാ നേതാക്കൾ പറയുമ്പോഴും ഇത്തവണയും മത്സരരംഗത്ത് സ്ത്രീമുഖം ഒന്നിൽ ഒതുങ്ങിയേക്കും. അപ്രതീക്ഷിത നീക്കമുണ്ടായ കണ്ണൂരിൽ ഷമാ മുഹമ്മദ് എത്തിയാൽ മാത്രമേ ഈ കണക്ക് മാറൂ. ഔദാര്യമല്ല, അവകാശമാണ്. കേൾക്കാൻ നല്ല അടിപൊളി ഡയലോഗ്. പക്ഷെ കാര്യമൊന്നുമില്ല എന്ന് കോൺഗ്രസിലെ വനിതകൾക്കും അവിടുത്തെ പുരുഷ നേതാക്കൾക്കും നന്നായി അറിയാം. നേതാക്കളുടെ പരിഗണന ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാക്കിലും ഒതുങ്ങുമ്പോൾ വനിതാ സംവരണം കോൺഗ്രസിൽ ഒന്നോ രണ്ടോ മുഖത്തിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ്. വനിതാ പ്രധാനമന്ത്രി, വനിതാ മുഖ്യമന്ത്രി, വനിതാ ദേശീയ അധ്യക്ഷ, ഇങ്ങനെ ചരിത്രത്തിൽ കറങ്ങുകയാണ് ഇപ്പോഴും കോൺഗ്രസ്. കേരളത്തിലേക്ക് വന്നാൽ മന്ത്രിപദത്തിലേക്ക് വന്നത് 3 വനിതകൾ: എം കമലം, MT പത്മ, PK ജയലക്ഷ്മി. പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വനിതകൾ ഒരാൾ പോലും പരിഗണിക്കപ്പെട്ടിട്ട് പോലുമില്ല. നയപരമായ തീരുമാനമെടുക്കുന്ന സമിതികളിൽ പോലും വനിതാ പ്രാതിനിധ്യം വളരെ വളരെ ചുരുക്കം. അത്തരം നേതൃത്വത്തിലേക്ക് എത്തുന്ന വനിതകളാകട്ടെ സ്ഥിരം മുഖങ്ങളും. ഈ വനിതകളെ തന്നെയാണ് തെരഞ്ഞെടുപ്പിലടക്കം പരിഗണിക്കുന്നത്. വനിതകളെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് നേതൃപരമായ പങ്ക് വഹിക്കാനുണ്ട്. ഇത്തവണ ആലപ്പുഴയിലും കണ്ണൂരിലും വനിതകളെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പറയുന്നത്. ഒഴിവ് വരുന്ന മുഴുവൻ സീറ്റുകളിലും വനിതകളെ മത്സരിപ്പിക്കണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒഴിവ് വരുന്ന സീറ്റുകളിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ടവരാണോ കോൺഗ്രസിലെ സ്ത്രീകളെന്ന് ചോദിച്ചാൽ നേതൃത്വത്തെ പിണക്കാതെ ഇങ്ങനെ പറയും. MP-മാര് അതിൽ കൂടുതൽ ആളുകളും ഫസ്റ്റ് ടൈം ആയിട്ട് ജയിച്ചു വന്നിരിക്കുന്നവരാണ്. വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യായമായ ഒരവസരം കൂടി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വനിതാ മുഖം രമ്യ ഹരിദാസ് എന്ന ഒരൊറ്റ പേരിൽ ഒതുങ്ങുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. 33% വനിതാ സംവരണം എന്നുള്ളത് കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വനിതകൾ വരുന്നതിനെ പാർട്ടി നിലപാടായി പറയാൻ കഴിയില്ല. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്ര വനിതകൾ എന്നതും കാത്തിരുന്നു കാണണം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലേക്ക് ദൂരം കുറഞ്ഞു വരുന്നു. തീർച്ചയായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതെ. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് വരും, സ്ഥാനാർത്ഥികൾ മത്സരിക്കും, ജയിക്കും, തോൽക്കും, സർക്കാരുണ്ടാകും. നമ്മുടെ തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ നാളെ രാവിലെ. ഇതിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും വൈകിട്ട് 7 മണിക്ക് പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പോൾ മഹാഭാരത യുദ്ധം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നിന്ന് ഞങ്ങൾ ഇന്നത്തേക്ക് സൈനിങ് ഓഫ്. നാളെ 7 മണിക്ക് കാണാം. നമസ്കാരം.